വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. സോ ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റീൽ സ്ട്രക്ചേഴ്സ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. ഓക്കെ, സോ മക്കളെ, നിങ്ങൾ S6ന്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ S7ലോട്ട് എൻ്റർ ചെയ്തിട്ടുള്ളതാണ് അല്ലേ? സോ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും S6ൽ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് അല്ലേ? സോ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കോൺക്രീറ്റ് പകരം നമ്മളിവിടെ സ്റ്റീൽ സ്ട്രക്ചറിൻ്റെ ഡിസൈനാണ് പഠിക്കാൻ പോകുന്നത്. സോ ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കുന്നതിന് മുൻപ് നിങ്ങൾ അവിടെ നിങ്ങൾക്ക് കോഡ് യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ കോൺക്രീറ്റ് സ്ട്രക്ചറിന് നമ്മൾ യൂസ് ചെയ്ത കോഡ് IS 486 പോലെ തന്നെ ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു കോഡാണ് IS 800-2007. ഓക്കെ, സോ ഈ ഒരു കോഡ് നിങ്ങളെ കയ്യിൽ മാൻഡേറ്ററി ആയിട്ട് ഉണ്ടാവേണ്ട ഒരു സ്റ്റീൽ സ്ട്രക്ചേഴ്സിൻ്റെ ഡിസൈന് നമ്മൾ യൂസ് ചെയ്യുന്ന കോഡാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. ഓക്കെ, IS 800-2007. സോ ഈ ഒരു കോഡ് നിങ്ങളെ കയ്യിൽ നിർബന്ധമായിട്ടുണ്ടാവണം, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഡിസൈൻ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇവിടെ വരുന്ന നമ്മളെ സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് CET 401 ആണ്. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ നോക്കാം. സോ നമുക്കിവിടെ ടോട്ടൽ മാർക്സ് എന്നാണ്, നമുക്ക് 150 മാർക്സ് ആണ് ടോട്ടലിൽ. അതിൽ നമുക്കറിയാം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ രണ്ടെണ്ണം. ഒന്ന് നമ്മളെ ഇന്റേണൽ മാർക്സ് ഉണ്ട്, ഒന്ന് നമ്മളെ എൻഡ് സെമസ്റ്റർ എക്സാം ഉണ്ട് അല്ലേ? സോ ഫസ്റ്റ് CIE എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്സ് ആണ്. സോ അതിൽ വരുന്ന 50 മാർക്സ് ആണ് നിങ്ങളുടെ ഇന്റേണൽ മാർക്സ്. ലാസ്റ്റ് നമ്മൾ KTU കണ്ടക്ട് ചെയ്യുന്ന സെമസ്റ്റർ എക്സാം, ദാറ്റ് ഈസ് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷനിൽ വരുന്ന ദാറ്റ് ഈസ് 100 മാർക്സ് ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ എക്സാമിനേഷൻ്റെ, അതായത് നിങ്ങൾ KTU കണ്ടക്ട് ചെയ്യുന്ന എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 3 hours ആണ്. ഓക്കെ, സോ 3 hours 100 മാർക്സിനാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇനി നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഇന്റേണൽ മാർക്സിൽ വരുന്നത്, എങ്ങനെയാണ് മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. സോ അറ്റൻഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ളത് 10 മാർക്സ് ആണ് നിങ്ങൾക്ക് അറ്റൻഡൻസ് ഉള്ളത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള അസസ്മെൻറ്റ് ടെസ്റ്റ്, നമ്മളെ സീരീസ് എക്സാം 1 ഉണ്ട് 2 ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഒരു കമ്പൈൻ ചെയ്തിട്ട് ദാറ്റ് ഈസ് 25 മാർക്സ് ആണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് അസൈൻമെൻറ്റ്സിൻ്റെ ക്വിസ് ഉണ്ട്, കോഴ്സ് പ്രൊജക്ട്സ് ഉണ്ട്. സോ അതിന് കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര 50 മാർക്സ് ആണ്. ടോട്ടൽ നിങ്ങൾക്ക് എത്ര വരും, ദാറ്റ് ഈസ് ടോട്ടൽ നിങ്ങൾക്ക് വരുന്ന 50 മാർക്സ് ആണ് നിങ്ങൾക്ക് എന്ത് ഇന്റേണൽ മാർക്സ് ആയിട്ട് വരുന്നത്. ഇനി നമ്മളെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ്റെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ വരുന്നത് നമുക്ക് 2 പാർട്ടുണ്ട്, ഒന്ന് പാർട്ട് A ഉണ്ട്, ഒന്ന് പാർട്ട് B ഉണ്ട്. പാർട്ട് Aയിൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നിങ്ങൾക്ക് എത്ര 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, സോ ഓരോ മൊഡ്യൂളിലും നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ നമുക്ക് 5 മൊഡ്യൂൾസ് ഉണ്ട്. സോ 5 മൊഡ്യൂൾസിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ക്യാരി ചെയ്യുന്നുണ്ടാവും. സോ അതിലെന്ന് പറയുന്നത് ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3 മാർക്സ്. മനസ്സിലായോ? 3 മാർക്സ് ആണ് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ക്യാരി ചെയ്യുന്നത്. അപ്പം ഈ ഒരു പാർട്ട് A എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ കമ്പൽസറി ആണ്, മാൻഡേറ്ററി ആണ്, എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്താണ് നമ്മളെ പാർട്ട് B എന്ന് പറയുന്നത്, നമുക്ക് ഓരോ മൊഡ്യൂളിലും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് അറ്റൻഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് കണ്ടെയ്ൻസ് 2 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മൊഡ്യൂൾ ഓഫ് വിച്ച് സ്റ്റുഡൻസ് ഷുഡ് ആൻസർ ഓൺലി 1. ഒന്ന് മാത്രം ആൻസർ ചെയ്താൽ മതി. ഇനി ഈച്ച് ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യൻ ക്യാരി ചെയ്യുന്നത് ദാറ്റ് ഈസ് 40 മാർക്സ് ആണ്. സോ നമുക്ക് ഇതിൽ നിന്ന് മാക്സിമം 2 സബ് ഡിവിഷൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം മൊഡ്യൂൾ 1ൽ എന്താണ്. മൊഡ്യൂൾ 1ൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ദ സ്റ്റീൽ ആൻഡ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് അല്ലേ? നമുക്കറിയാം എന്താണ് സ്റ്റീൽ, എന്തൊക്കെയാണ് സ്റ്റീലിൻ്റെ സ്ട്രക്ചേഴ്സ്, ഇതൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷനായിട്ട് പഠിക്കാൻ പോകുന്നു. അതുപോലെ നമ്മൾ ഇപ്പോൾ നമ്മളെ MOSൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് പഠിച്ചിട്ടുണ്ട് അല്ലേ സ്റ്റീലിൽ. സോ മൈൽഡ് സ്റ്റീൽ ആ ഒരു ഗ്രാഫ് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അതുപോലെ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീൽ, ഒരു സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, സ്ട്രക്ചറൽ ആയിട്ടുള്ള സ്റ്റീലിൻ്റെ സെക്ഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മളിതിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്റ്റീൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ ആ കോഡ് വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഡിസൈൻ ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ കോഡ് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുവരണം. അതിൽ ഓരോ കോളംസും കാര്യങ്ങളുണ്ട്, അതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ വാല്യൂസ് എടുക്കുന്നത് കേട്ടോ. സോ ഇൻട്രൊഡക്ഷൻ ടു ഡിസൈൻ ആണ്. നമുക്കിവിടെ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിലാണ് നമ്മളിവിടെ ഓരോ ഡിസൈൻ നമ്മൾ ചെയ്യുന്നത്. സോ ഇതിൽ വരുന്ന ഡിസൈൻ ലോഡ്സ് എന്തൊക്കെയാണ്, അതുപോലെ ലോഡ് കോമ്പിനേഷൻ, നമ്മൾ വിൻഡ് ലോഡ്, ഡെഡ് ലോഡ്സ് എന്നൊക്കെ ക്വിക്ക് ലോഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ലോഡിൻ്റെ കോമ്പിനേഷൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ കോൺസെപ്റ്റ് കേട്ടോ. ഓൺലി ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ കോൺസെപ്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്ഷൻസ് ഉണ്ട്, ഒന്ന് വെൽഡഡ് ഉണ്ട്, ബോൾട്ടഡ് ഉണ്ട്, രണ്ടിനും ഡിഫറെൻറ്റ് ടൈപ്പാണ്. സോ അതിൽ വരുന്ന ഒരു ഡയറക്റ്റ് ലോഡ്സിൻ്റെ ഡിഫറൻറ്റിൽ വരുന്ന ഓക്കെ ബോൾട്ടഡ് കണക്ഷൻസിലും അതുപോലെ വെൽഡഡ് കണക്ഷൻസ്, ഇതാണ് നമുക്ക് അധികം ഓവറായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ ടെൻഷൻ മെമ്പേഴ്സ് ആണ് അല്ലേ? നമുക്ക് 2 മെമ്പേഴ്സ് ഉണ്ട്, ടെൻഷൻ മെമ്പേഴ്സ് ഉണ്ട്, കംപ്രഷൻ മെമ്പേഴ്സ് ഉണ്ട്. സോ ടെൻഷൻ മെമ്പേഴ്സിൻ്റെ സ്റ്റഡിയാണ്. അതിൽ ടൈപ്പ് ഓഫ് സെക്ഷൻസ് ഉണ്ട്, എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് സെക്ഷൻസ്, അതുപോലെ നെറ്റ് ഏരിയ, ഡിസൈൻ ഓഫ് ദ ടെൻഷൻ മെമ്പേഴ്സിൻ്റെ ഡിസൈനാണ്, അതുപോലെ കോൺസെപ്റ്റ്
കോൺസെപ്റ്റ് ഓഫ് ഷിയർ ലാഗ്, അതുപോലെ യൂസ് ഓഫ് ലെഗ് ആംഗിളിൻ്റെ യൂസ് എന്തൊക്കെയാണ്, അതുപോലെ നമുക്കിവിടെ കണക്ഷൻസ് ഉണ്ട്, കണക്ഷൻസിൻ്റെ ടെൻഷൻ മെമ്പേഴ്സിൽ വരുന്ന വേരിയസ് കണക്ഷൻസ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൊഡ്യൂൾ 2 നമുക്ക് ഡിസൈനായിട്ട് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്രഷൻ മെമ്പറാണ്. സോ നോക്കും മക്കളെ, മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ കംപ്രഷൻ. അപ്പം നിങ്ങൾക്കറിയാം കംപ്രഷൻ മെമ്പേഴ്സ് അധികം എന്താണ്, നമുക്ക് പറയാം കോളം മെമ്പേഴ്സ് അല്ലേ, കോളംസ് ആണ്, നമ്മൾ സ്ട്രെറ്റ്സ് കോളംസ് ഒക്കെയാണ് കംപ്രഷൻ ലോഡ്സ് ആയിട്ട് വരുന്നത്. സോ അതിന് നമ്മൾ കംപ്രഷൻ മെമ്പേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഡിസൈൻ ഓഫ് ദ സ്ട്രെറ്റ്സ്, അതുപോലെ സോളിഡ് ബിൽട്ടപ്പ് ആയിട്ടുള്ള കോളംസ് ഫോർ ദ ആക്സിയൽ ലോഡ്സ്. നമുക്കറിയാം ഇപ്പോൾ ഒരു കോളം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കോളത്തിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു, നമുക്ക് ആക്സിയലായിട്ടാണ് ലോഡ്സ് അല്ലേ. സോ ദാറ്റ് ഈസ് ദ ബിൽഡപ്പ് കോളംസ് ഫോർ ദ ആക്സിയൽ ലോഡ്സ്. ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഡിസൈൻ ഓഫ് ലേസിങ്സ്, കുറച്ച് ബാറ്റൺസ് ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്, അതുപോലെ കോളം ബേസസ്, സ്ലാബ് ബേസ്, ഗസറ്റഡ് ആയിട്ടുള്ള ബേസസ്. സോ ഇതിൻ്റെയൊക്കെ ഒരു ഡിസൈൻ കാര്യങ്ങളാണ് നമുക്ക് മൊഡ്യൂൾ 3 പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഓഫ് ബീംസ് ആണ്. അതിൽ ലാറ്ററലി റെസ്ട്രെയിൻഡ് ഉണ്ട്, അതുപോലെ അൺറെസ്ട്രെയിൻഡ് ആയിട്ടുള്ള ബീംസ് ഉണ്ട്, പിന്നെ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ബീംസ് ഉണ്ട്, പിന്നെ പ്ലേറ്റ് ഗ്രേഡേഴ്സ് ഉണ്ട്, സബ്ജക്റ്റ് ടു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്സ്, അതുപോലെ ഡിസൈൻ ഓഫ് സ്റ്റിഫ്നെസ്. ഓക്കെ, സോ നമ്മൾ ഈ ഡിസൈൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മൾ ഡിസൈൻ ഓറിയൻറ്റഡ് ആയില്ല, ഓരോന്നും നമ്മൾ കുറച്ച് ഡിസൈൻസ് ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ മൊഡ്യൂൾ 5 എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഓഫ് റൂഫ് ട്രസ് ആണ് അല്ലേ. നമുക്കറിയാം ഈ റൂഫ് ട്രസ്സസ് അധികം നമ്മളെന്താ വെയർ ഹൗസസ്, ഗോഡൗൺസ്, ഫാക്ടറീസിലൊക്കെ നമ്മൾ കൊടുക്കുക അല്ലേ. സോ അവിടെ വരുന്ന അതിൽ ടൈപ്സ് പഠിക്കാനുണ്ട്, അതുപോലെ ഡിസൈൻ്റെ ലോഡ്സ്, അതുപോലെ ലോഡ് കോമ്പിനേഷൻസ്, അതുപോലെ അസസ്മെൻറ്റ് ഓഫ് വിൻലോഡ്സിൻ്റെ അസസ്മെൻറ്റ്സ്, ഡിസൈൻ ഓഫ് പേർലിങ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനും. ഇനി ഇതിൽ നമുക്ക് മൊമെൻറ്റ് റെസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ എസെൻട്രിക് ആയ കണക്ഷൻസ് ഉണ്ട്, അത് ഇൻ പ്ലെയിനുണ്ട്, ഔട്ട് ഓഫ് ദ പ്ലെയിനും നമുക്ക് നോക്കാണ്ട് കേട്ടോ. ഇനി ഫയർ റെസിസ്റ്റൻറ്റ് ഡിസൈൻ അല്ലേ, നമുക്കറിയാം എന്തൊരു ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഫയർ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യണം അല്ലേ. ആ ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻ വേണം നമ്മൾ കൊടുക്കാം. സോ അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്, അതുപോലെ ഫയർ റെസിസ്റ്റൻ്റ് അസസ്മെൻറ്റ് എന്തൊക്കെയാണ്, അതുപോലെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്, ഡിസൈൻ അപ്രോച്ച്, അതുപോലെ നമ്മൾ പാസീവ് പ്രൊട്ടക്ഷൻ ഫോർ ദ സ്റ്റീൽ വർക്ക്സ്, ഒരു സ്റ്റീൽ വർക്ക്സിന് കൊടുക്കുന്ന പാസീവ് പ്രൊട്ടക്ഷൻ, പിന്നെ ഫയർ റെസിസ്റ്റൻ്റ് സ്റ്റീൽസ് എന്തൊക്കെയാണ്, അതുപോലെ ഫയർ പെർഫോമൻസ് ആയിട്ടുള്ള അസസ്മെൻറ്റ്സ് കാര്യങ്ങൾ. സോ ഇങ്ങനത്തെ കുറേ ഫയർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള കൂടുതലായിട്ട് കാര്യങ്ങൾ നമ്മൾ മൊഡ്യൂൾ 5 നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ കിട്ടിയിട്ടുണ്ടാവും അല്ലേ, എന്തൊക്കെയാണ് നമ്മൾ ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ പഠിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിൽ ആപ്ലിക്കേഷൻസ് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ്. സോ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് സ്റ്റീൽ പ്രോപ്പർട്ടീസ്, ലോഡ്സ്, കണക്ഷൻസ് അല്ലേ. എന്താ യൂസ് ചെയ്ത ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ്. നമുക്കറിയാം ഒരു ബിൽഡിങ്ങിൽ നമ്മൾ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ അവിടെ കൊടുക്കുന്ന അതിൻ്റെ ഡിസൈൻ കോൺസെപ്റ്റ്സ്, അത് ബിൽഡിങ്സിൽ, ബ്രിഡ്ജസിൽ, ഇൻഡസ്ട്രിയൽസിൽ, ഷെഡ്സിൽ, അതുപോലെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള സ്റ്റീൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഡിസൈനിൽ കൊണ്ടുവരേണ്ടത്. അപ്പോൾ സെലക്ട് ചെയ്യണം അല്ലേ. സോ സെലക്ഷൻ ദ പ്രോപ്പർ സ്റ്റീൽ ഡിസൈൻസ്, അതുപോലെ ഡിസൈൻ ഓഫ് ബോൾട്ടഡ് ആൻഡ് വെൽഡഡ് ജോയിൻസ് അല്ലേ. നമ്മളിവിടെ 2 ടൈപ്പ് ജോയിൻസ് ഉണ്ട്, ബോൾട്ടഡ് ഉണ്ട്, വെൽഡഡ് ജോയിൻസ് ഉണ്ട്. അതിൽ ഫാബ്രിക്കേഷൻ ഇൻഡസ്ട്രീസിൽ, അതുപോലെ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സിൽ. സോ ഇതിനൊക്കെ കുറിച്ച് നമുക്ക് ഐഡിയ മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ ടെൻഷൻ മെമ്പേഴ്സ് ആണ്. നമ്മൾ അധികം അപ്ലൈ ചെയ്യുന്നത് റൂഫ് ട്രസ്സസിലാണ്, അതുപോലെ ട്രാൻസ്മിഷൻ ടവേഴ്സിലാണ്, ബ്രിഡ്ജസിലാണ്. സോ അതിൽ ടൈം മെമ്പേഴ്സ്, ഡിസൈൻ ഓഫ് കേബിൾസ്, റോഡ്സ്, ബ്രേസിംഗ് സിസ്റ്റംസ്, ഇൻഫ്രാസ്ട്രക്ചറായുള്ള പ്രൊജക്ട്സിലൊക്കെയാണ്. നെക്സ്റ്റ് വൺ ഈസ് നമ്മൾ കംപ്രഷൻ മെമ്പേഴ്സാണ്, കോളംസ്, സ്ട്രട്സ്, ബേസസ് ആണ്. സോ യൂസ് ഇൻ ദ കോളം ഓഫ് ബിൽഡിങ്സ്. നമുക്കറിയാം ഓരോ ബിൽഡിങ്സിൻ്റെ കോളത്തിൽ, ഇൻഡസ്ട്രിയൽ ഫ്രെയിംസിൽ, ടവേഴ്സിൽ അല്ലേ, സപ്പോർട്ട്സിൽ, അതുപോലെ ഡിസൈൻ ഓഫ് ദ കോളം ബേസിസ് ഓഫ് ഫാക്ടറീസിൽ, ഹെവി മെഷീനറി ഫൗണ്ടേഷൻസ്, സ്റ്റീൽ പ്ലാന്റ്സിലൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി മൊഡ്യൂൾ 4 എന്ന് പറഞ്ഞാൽ ബീം ഡിസൈൻ, അതുപോലെ പ്ലേറ്റ് ഗ്രിഡേഴ്സ് ആണ്. സോ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫ്ലോർ ബീംസ് ഇൻ ബിൽഡിങ്സിലിരുന്ന ഓരോ ഫ്ലോർ ബിൽഡിങ്സിൽ, അതുപോലെ ഫ്ലോർ ബീംസ് ഇൻ ബിൽഡിങ്സിൽ, ബ്രിഡ്ജ് ഗ്രിഡേഴ്സിൽ, ക്രെയിൻ ഗ്രിഡേഴ്സ്, ഇൻഡസ്ട്രീസിൽ, അതുപോലെ യൂസ് ഇൻ ദ ലോങ് സ്പാൻ സ്ട്രക്ചേഴ്സ് അല്ലേ. നമുക്ക് ലോങ് സ്പാൻ ആയിട്ടുള്ള വെയർ ഹൗസസിൽ, അതുപോലെ ഫാക്ടറീസിലൊക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇനി മൊഡ്യൂൾ 5 എന്ന് പറഞ്ഞാൽ റൂഫ് ട്രസ്സസ് ആണ് അല്ലേ. അതുപോലെ കണക്ഷൻസ്, ഫയർ റെസിസ്റ്റൻസ് ആണ്. സോ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അധികം എന്താണ് യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ ഷെഡ്സിൽ, വെയർ ഹൗസസിൽ, സ്റ്റേഡിയത്തിൻ്റെ റൂഫ്സിൽ, അതുപോലെ ഡിസൈൻ ഓഫ് ദ പെർലിങ്സ് ആൻഡ് ട്രസ്സസ് ഫോർ ദ റൂഫ് സിസ്റ്റം. അധികം റൂഫ് സിസ്റ്റത്തിലാണ് നമ്മൾ കൊടുത്തത്. ഇനി മൊമെൻറ്റ് കണക്ഷൻസ് ഉണ്ട്, അതുപോലെ ഹൈ റൈസ് ബിൽഡിങ്സിൽ, ഫയർ റെസിസ്റ്റൻറ്റ് ഡിസൈൻസിൽ, കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ സ്ട്രക്ചേഴ്സ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് സ്റ്റീൽ ഡിസൈന് പഠിച്ചുകൊണ്ട് വരുന്നത്. ഓക്കെ, സോ സ്റ്റുഡൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം നമ്മളെ ഈ ഒരു ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ഒരു ഓവർവ്യൂ കിട്ടിയിട്ടാണ്. ഇത് പക്കാ നമുക്ക് ഡിസൈനാണ്, നമ്മുടെ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിനെ പോലെ തന്നെയുള്ള ഒരു സ്റ്റീൽ സ്ട്രക്ചറിൻ്റെ ഡിസൈൻ കോൺസെപ്റ്റാണ്. നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും IS 800-2007 കോഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളെ സീനിയേഴ്സിനെ കയ്യിൽ നിന്ന് അവിടുത്തേക്ക് കിട്ടും. അത് നോക്കിയിട്ട് നിങ്ങൾ വൃത്തിയായിട്ട് ഡിസൈൻസ് പഠിക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. So thank you so much. Have a nice day.